പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു വിശേഷപ്പെട്ട വിഗ്രഹ യോഗമാകുന്നു. വ്യാഴവും സൂര്യനും തമ്മിലുള്ള ഒരു യോഗം. നിങ്ങൾക്കറിയാം, ഇപ്പോൾ വ്യാഴമുള്ളത് മിഥുനം രാശിയിലാണ്. സൂര്യൻ മിഥുനം 1-ാം തീയതി, അതായത് ജൂൺ മാസം 15-ാം തീയതി മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെയാണ് ഈ വിഗ്രഹയോഗത്തിൻ്റെ പ്രസക്തി നാം ചിന്തിക്കുന്നത്, ശുഭാശുഭ ഫലങ്ങളും ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. സൂര്യൻ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ തന്നെ വ്യാഴത്തിന് മൗഢ്യം കൊടുത്തു കഴിഞ്ഞു. മൗഢ്യം ഗതാസ്തേ വിഫലാഹ. ഒരു ഗ്രഹം സൂര്യനിൽ നിന്നും മൗഢ്യം അനുഭവിക്കുമ്പോൾ ആ ഗ്രഹത്തിന് ബലം ഉണ്ടാകില്ല. അതിനാൽ വ്യാഴം ദുർബലമാണ്. ഇടവം 29-ന് ജൂൺ മാസം 12-ാം തീയതി മുതൽ വ്യാഴത്തിന് മൗഢ്യം സമ്മാനിച്ചു സൂര്യൻ. അതിനാൽ അത് വളരെയധികം കാഠിന്യത്തെ ഉളവാക്കും. 12, 13, 14, 15 വരെയുള്ള 4 ദിനങ്ങൾ. ഇനി ജൂൺ മാസം 15-ാം തീയതി ഏകരാശിയിൽ വരുമ്പോൾ മൗഢ്യത്തിൻ്റെ കാഠിന്യം കുറയും. ഈ മൗഢ്യം എത്ര ദിവസം വരെ ഉണ്ട് എന്നുകൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. മിഥുനമാസം 23-ാം തീയതി വരെ, അതായത് 2025 ജൂലൈ മാസം 7-ാം തീയതി വരെ വ്യാഴത്തിന് മൗഢ്യമാണ്. ഏകരാശിയിലായതുകൊണ്ട് അതിന് ശക്തി കുറയുമെന്ന് മാത്രം. സ്വതവേ സൂര്യനും വ്യാഴവും തമ്മിലുള്ള വിഗ്രഹ യോഗത്തിൻ്റെ ഫലം ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ക്രൂരം വാഗ്പതിന അന്യകാര്യ നിരതമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. സൂര്യനും വ്യാഴവും ഒന്നിച്ചു നിൽക്കുമ്പോൾ അന്യരുടെ കാര്യത്തിൽ നിരതനാവുക, താല്പര്യമുണ്ടാവുക, സ്വന്തം താല്പര്യം ബലി കഴിച്ച് അന്യരുടെ കാര്യത്തിലും വിഷയത്തിലും ചെന്ന് ചാടുക, എന്നിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുക. എത്രയോ വിഷയങ്ങൾ നമുക്കുണ്ടാകാം അപ്രകാരത്തിൽ. ക്രൂരം, വിഷമാവസ്ഥ സൃഷ്ടിക്കുക, ക്രൂരമായ അവസ്ഥ സംജാതമാക്കുക. വളരെ ഒരു ദുർബലമായ ദിഗ്രഹ യോഗമാണ് ആദിത്യനും വ്യാഴവും പരസ്പരം ദിഗ്രഹ യോഗത്തിലൂടെ ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മാനസാഗരി എന്ന ജ്യോതിഷ ഗ്രന്ഥത്തിൽ സൂര്യനും വ്യാഴവും തമ്മിലുള്ള യോഗത്തെ വളരെ ഫലപ്രദമായി നല്ല രീതിയിലാണ് ആചാര്യൻ പ്രവചിച്ചിരിക്കുന്നത്. ഉപാധ്യായ അതിവിഖ്യാത എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അധ്യാപകനാകാം, വിദ്യ ഉപദേശിക്കുന്ന വ്യക്തിയാകാം, അതിവിഖ്യാത, അദ്ദേഹം വളരെ പ്രശസ്തിയിലേക്ക് എത്തിച്ചേരുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. പലരുടെയും ജാതകത്തിൽ ഈ യോഗം വരുമ്പോൾ നിങ്ങൾക്ക് ഈ 2 ദിഗ്രഹ യോഗങ്ങളും 2 ആചാര്യന്മാർ പറഞ്ഞ വിഷയവും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഏതായാലും ഈ ദിഗ്രഹ യോഗം 32 ദിവസം മാത്രമേ ഉള്ളൂ. അതിൽ ഭൂരിഭാഗ ദിനവും വ്യാഴത്തിന് മൗഢ്യവുമാണ്. അതിനാൽ വളരെ ശ്രദ്ധിക്കുക. വ്യാഴത്തിൻ്റെ കാരകത്വം എന്തൊക്കെയാണ്? ധീജിത് പുത്ര അംഗസൗഖ്യം, ബുദ്ധി, സന്താനങ്ങൾ, സന്താന ശ്രേയസ്, മനസ്സ്, ഇതൊക്കെയാണ് വ്യാഴത്തിൻ്റെ കാരകധർമ്മങ്ങൾ. വ്യാഴം ധനപതിയാകുന്നു. ആദിത്യനാണെങ്കിൽ തൻ്റെ ആത്മപ്രഭാവമാണ്, വ്യക്തിത്വമാണ്, പിതാവാണ്. അതിനാൽ നമുക്ക് മേടം മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ ചർച്ച ചെയ്യാം. മേടൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം, അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു മേടം രാശി. ഇവിടെ മേടൻ രാശിക്കാർക്ക് സൂര്യനും വ്യാഴവും നിൽക്കുന്നത് 3-ാം ഭാവത്തിലാണ്. 3-ാം ഭാവം പാപഗ്രഹങ്ങൾക്ക് വളരെ നല്ലൊരു ഭാവമാണ്. ശുഭഗ്രഹങ്ങൾക്ക് 3-ാം ഭാവം അത്ര നല്ല ഒരു പോയിൻ്റല്ല, ഭാവമല്ല. പക്ഷേ ഇവിടെ ഒരു വിശേഷപ്പെട്ട രാജയോഗമുണ്ട്. ത്രികോണാധിപത്യമുള്ള 2 ഗ്രഹങ്ങളാണ് ഒന്നിച്ച് നിൽക്കുന്നത്. ത്രികോണം എന്നാൽ 5, 9 ഭാവങ്ങളാണ്. ഇവിടെ 5-ാം ഭാവാധിപത്യം സൂര്യനും 9-ാം ഭാവാധിപത്യം വ്യാഴത്തിനുമുണ്ട്. അതൊരു നല്ല യോഗമാകുന്നു. യഥാർത്ഥത്തിൽ ത്രികോണാധിപത്യമുള്ള ഗ്രഹങ്ങളുടെ യോഗം ഒരു നല്ല യോഗമായി ഭവിക്കുന്നതാണ്. അതിനാൽ വ്യാഴം മിഥുനൻ രാശിയിൽ സ്വതവേ ദുർബലമാണ്. ശത്രു ക്യാമ്പിലാണ് നിൽക്കുന്നത്. അവിടെ സൂര്യൻ്റെ സഹവർത്തിത്വം മേടൻ രാശിക്കാർക്ക് ശുഭങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ്. പൂർവികമായ സൗഭാഗ്യം കൈവരുന്ന മാസമായിരിക്കും ഇത്. സന്താനപതിയും
പിതൃപതിയുമായ ഗ്രഹങ്ങൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ മക്കൾക്ക് സൗഭാഗ്യങ്ങൾ വരിക, പിതാവിൻ്റെ ഭൂമിലാഭം വരിക, അല്ലെങ്കിൽ പിതാവുമായി ബന്ധപ്പെടുന്ന സ്വത്ത് വകകൾ അല്ലെങ്കിൽ വ്യാപാരങ്ങൾ മകന് അല്ലെങ്കിൽ മക്കൾക്ക് ലഭിക്കുന്ന ഒരു മാസമായിരിക്കും ഇത്. മതിവിക്രമവാൻ എന്നാണ് സൂര്യൻ 3-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കും. അതിനാൽ പലപ്പോഴും ബൗദ്ധികമായ തലത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ ഈ യോഗം മേടൻ രാശിക്കാർക്ക് വളരെയധികം ഗുണപരമായിരിക്കും. മിഥുനം 1-ാം തീയതി സൂര്യൻ മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയം മുതൽ മൗഢ്യമുണ്ടെങ്കിലും ഏകരാശിയിലെ മൗഢ്യമാണ്. അത് വളരെയധികം ബാധിക്കില്ല ഒരു രാശിക്കാരെയും. അതിനാൽ മിഥുനത്തിൽ നിൽക്കുന്ന, ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന, ദുർബലമായി നിൽക്കുന്ന വ്യാഴത്തിന് ഈ വിഗ്രഹ യോഗം വളരെയധികം പ്രാധാന്യം കൈവരുമെന്നാണ് എൻ്റെ നിരീക്ഷണം. മേടൻ രാശിക്കാർ ശ്രദ്ധിക്കുക. പലപ്പോഴും പല അധികാരങ്ങളും സ്ഥാനമാനങ്ങളും ഗോഡ് ഫാദർ, ഇപ്പം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് 9-ാം ഭാവം തന്നെ ഗുരുവാണ്, പിതാവാണ്. ഗുരുസ്ഥാനീയരായ ആളുകളിൽ നിന്നും പല പദവികളും നേടിയെടുക്കാം. ഗുരുസ്ഥാനീയരുടെ അനുഗ്രഹം ലഭിക്കും, പിതാവിൻ്റെ അനുഗ്രഹം ലഭിക്കും. പൂർവികമായതൊക്കെ അനുഭവിക്കേണ്ട യോഗമുണ്ടാകും. എല്ലാ മേടൻ രാശിക്കാർക്കും ശോഭനമായ ഒരു മാസക്കാലം പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.